ആ ഫസ്റ്റ് പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അബ്രീവിയേഷൻസിലെ ലാസ്റ്റ് 29 വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, റൈറ്റ്? അതെ മാം. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. ട്രിപ്പിൾ ബി എന്ന് കണ്ടോ? BBB. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ഓക്കെ, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഒരു കണ്ടീഷൻ ആണ്. എന്താണ്? നമ്മുടെ ബ്ലോക്ക് ബ്ലഡ് ഹാർട്ടിലേക്ക് എന്താണ് ഇലക്ട്രിക് സിഗ്നൽസ് പോകുന്നതിന് ഡിലേ ആകുന്നതിനുള്ള ഒരു കണ്ടീഷൻ ആണ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്, BBB. അത് ഇമ്പോർട്ടന്റ് ആണ്. അബ്രീവിയേഷനിലെ 30. ഓക്കെ റിജു. ആൻഡ് നെക്സ്റ്റ് വൺ BID. എന്താ? ചോയ്സ് ഡെയിലി എന്നാണ്. അത് നമുക്ക് മരുന്നൊക്കെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ എന്താണ് അതിൽ എഴുതാറുണ്ട്, 2 നേരം, ദിവസത്തിൽ 2 നേരം എന്നൊക്കെ എഴുതാറുണ്ട് അല്ലെ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്ന ടേം ആണ് BID എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ BKA. ബിലോ ദ നീ ആംപ്യൂട്ടേഷൻസ്. ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. അതിന്റെ ഷോർട്ട് ഫോം ആണ് BKA. BM. ബവൽ മൂവ്മെന്റ്. ഓക്കെ, ബവൽ മൂവ്മെന്റ് ആണ് BM. എന്തോ? ഇന്നലെ മറ്റേ 9 മുതൽ 29 വരെയുള്ള അബ്രിവേഷൻസിന് ഇമ്പോർട്ടന്റ് ഏതെല്ലാം പറഞ്ഞിട്ടില്ലല്ലോ. സോറിയടാ, ഓർമ്മിപ്പിച്ച് നന്നായിട്ട് പറഞ്ഞുതരാം. ആ ഫസ്റ്റ് പേജിലെ 12ാമത്തേത് 12 AIDS എന്നുള്ളതില്ലേ? AIDS, AIDS. അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് 16 AMA 60. and next one 25 ARDS 27 ASAP 27. അപ്പൊ ഈ 4 ഈ ഒരു പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടൈം കണ്ടാൽ എന്താണെന്ന് അറിയണം, വേണ്ടേ? അപ്പൊ അതിന് വേണ്ടി എന്താണ്, ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. പക്ഷെ എക്സാമിന് വേണ്ടി മസ്റ്റ് ആയിട്ടും ഈ നമ്മൾ ഈ അടയാളപ്പെടുത്തി തന്നതെല്ലാം എന്താണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു 100+ അബ്രീവിയേഷൻസ് ഉണ്ട് ടോട്ടൽ. ഈ പേജിൽ 4 ഉള്ളൂ ഇമ്പോർട്ടന്റ്. 4 ഉള്ളൂ കേട്ടോ. അതിന്റെ നെക്സ്റ്റ് പേജില് B30. അത് നോട്ട് ചെയ്തല്ലോ, 30 and 34. ബിപിയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? ബ്ലഡ് പ്രഷർ. അപ്പൊ ബ്ലഡ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് BP എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് BS എന്താ? ബാച്ചുലർ ഓഫ് സയൻസ്. BS എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് സയൻസ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് BS. Then BSA body surface area. Okay, BSA body surface area. And 37 important ആണ്, നോട്ട് ചെയ്തോളൂ. BX ബയോപ്സിയുടെ അബ്രീവിയേഷൻ ആണ് BX എന്ന് പറയുന്നത്. ബയോപ്സി 37 ബയോപ്സി. 38 C. അതിന്റെ മീനിങ് എന്താണ്? വിത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 39 നോക്കിക്കോളൂ. ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നതാണ്. ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പൽ ആണ് 39. ആൻഡ് 40 നോക്കിക്കോളൂ. CA. എന്താ CA? കാൽസ്യം. കാൽസ്യത്തിന്റെ ഷോർട്ട് ഫോം ആണ് CA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ രണ്ടും എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. CA 41 ഇമ്പോർട്ടന്റ് ആണ്. CA കാർഡിയാക് അറസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് CA എന്ന് പറയുന്നത്. CA കാർഡിയാക് അറസ്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ 42. അത് നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് ആണ്. CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അതായത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് CABG എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സർജറിയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. ഓക്കെ, അതൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? CABG. അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ 43 CAD. അത് ഇമ്പോർട്ടന്റ് ആണ്. CAD കൊറോണറി ആർട്ടറി ഡിസീസ്.
കൊറോണറി ആർട്ടറി ഡിസീസ്. അതിന്റെ അബ്രീവിയേഷൻ ഫോം ആണ് CAD. ബ്ലഡ് ഹാർട്ടിലേക്ക് ബ്ലഡ് നൽകുന്ന വെസൽസ് എന്താണ്, നാരോ ആകുന്ന ഒരു കണ്ടീഷൻ ആണ് CAD, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ CBC എന്താ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBC. CC ക്യൂബിക് സെന്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ 46 എന്താ, ചീഫ് കംപ്ലൈന്റ് ഷോർട്ട് ഫോം ആണ് CC എന്ന് പറയുന്നത്. Then 47 CCU കൊറോണറി കെയർ യൂണിറ്റ് ആണ്. ഓക്കെ, കെയർ യൂണിറ്റ് ആണ് CCU. ആൻഡ് 48 CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് CHF. Then CL എല്ലാവർക്കും അറിയാലോ, എന്താ CL, നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് 10th എന്താ CL, ക്ലോറൈഡിനെ സൂചിപ്പിക്കുന്നതാണ് CL. CM എന്താ, സെന്റിമീറ്റർ ആണ്. CM ക്യൂബ് എന്താ, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ആൻഡ് CNS അത് ഇമ്പോർട്ടന്റ് ആണ്, CNS സെൻട്രൽ നെർവ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യൂഹം എന്നൊക്കെ പറയില്ല, അതാണ് സെൻട്രൽ നെർവ് സിസ്റ്റം ആണ് CNS എന്ന് പറയുന്നത്, CNS. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 30 BBB, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. ഓക്കെ, 34 BP ബ്ലഡ് പ്രഷർ. 37 BX എന്താ, ബയോപ്സി. 41 CA കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, രണ്ടും എന്താണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, CA. കാൽസ്യത്തിന്റെ ഷോർട്ട് ഫോം എന്താ, CA, അതും CA ആണ്, പക്ഷെ എന്താണ്, സ്മോൾ ലെറ്റർ ആണ് A എന്ന് പറയുന്നത് കേട്ടോ. Then 42 ഇമ്പോർട്ടന്റ് ആണ്, CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. Then 43 CAD കൊറോണറി ആർട്ടറി ഡിസീസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ CNS സെൻട്രൽ നെർവ് സിസ്റ്റം. ഓക്കെ, നോട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓൺവേർഡ്സ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ബാക്കി ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. CPR എന്താണ്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സ്പാൻഡഡ് ഫോം ആണ്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 55 CO2 എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഷോർട്ട് ഫോം ആണ് CO2 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 56 കോൾഡ്, COLD കോൾഡ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. കോൾഡ് നമ്മൾ പറയാറില്ലേ, കോൾഡ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്, ഒരു ലങ് ഡിസീസ് ആണ്, ഒരു കണ്ടീഷൻ ആണത്. സോ നെക്സ്റ്റ് വൺ 57 COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. And the next one 65 CVP എന്താണ്, CVP സെൻട്രൽ വെനസ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് CVP എന്ന് പറയുന്നത്. ഓക്കെ, CVP സെൻട്രൽ വെനസ് പ്രഷർ. വെനസ് എന്ന് പറയുന്നത് സിര എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനുണ്ടാകുന്ന എന്താണ്, പ്രഷർ ആണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് CVP എന്ന് പറയുന്നത്. ആൻഡ് 67 D and C ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് D and C. അതായത് വുമണിന്റെ യൂട്രസിൽ നിന്നും സെല്ലുകളെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് D and C എന്ന് പറയുന്നത്, D and C. ആൻഡ് നെക്സ്റ്റ് വൺ DOA 72 DOA ഡെഡ് ഓൺ അറൈവൽ. ഒരു പേഷ്യന്റ് എന്താണ്, ഹോസ്പിറ്റലിൽ എത്തുന്ന വഴി തന്നെ എന്താണ്, ഡെഡ് ആയിരിക്കുന്നു. ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ആണ്, ഫോം ആണ് എന്ത്, DOA. അബ്രീവിയേഷൻ ആണ് DOA എന്ന് പറയുന്നത്. 72 ആൻഡ് 74 DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അപ്പൊ ഇത്രയുമാണ് ഈ പേജില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടി നോക്കിക്കോളൂ. 55
56, 57, 65, 67, 72, 74. നോട്ട് ചെയ്തു എല്ലാവരും? ഓക്കെ അല്ലേ ഈ പേജ്? നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഫസ്റ്റ് വൺ 75. അത് ഇമ്പോർട്ടന്റ് ആണ്. 75. DOS. ഡെഡ് ഓൺ സീൻ. ഡെഡ് ഓൺ സീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്താണ്, അപകട സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് DOS, ഡെഡ് ഓൺ സീൻ, അപകട സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ആൻഡ് 76. DPT. Diphtheria, pertussis and tetanus toxoids vaccine. Okay, DPT vaccine കേട്ടിട്ടില്ലേ? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ 79. DTP. നമ്മൾ പറഞ്ഞ സെയിം വാക്സിൻ തന്നെയാണ്, പക്ഷെ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. DTP, ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടസിസ് വാക്സിൻ. ഓക്കെ, അപ്പൊ ലെറ്റർ നോക്കി എന്താണ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. DPT ആണെങ്കിൽ ഫസ്റ്റ് ഡിഫ്തീരിയ, സെക്കൻഡ് പെർട്ടസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ, DTP ആണെങ്കിലോ ഡിഫ്തീരിയ ആദ്യം വരുന്നു, നെക്സ്റ്റ് വൺ T ആണ്, ടെറ്റനസ് ടോക്സോയിഡ്സ് ആണ്, ആൻഡ് ലാസ്റ്റ് ആണ് P, പെർട്ടസിസ് വാക്സിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? DTP 79. ആൻഡ് 80. മിസ് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, റിജോ നെക്സ്റ്റ് പേജ്. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ഓക്കെ, PDF ഉണ്ടോ കയ്യില്? എല്ലാവരുടെയും കയ്യിൽ PDF ഉണ്ടോ? ഓക്കെ, ജസ്റ്റ് അപ്പൊ നോട്ട് ചെയ്തോളൂ. നമ്മൾ ഏതാണ് DTP പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് 80. DTS. 80. DTS എന്താണ്? ഡിലിറിയം ട്രെമൻസ് ആണ്. ഡിലിറിയം ട്രെമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായിട്ട് എല്ലാ ദിവസവും മദ്യപിക്കുന്ന, അമിതമായ അളവിൽ മദ്യപിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഈ ആൽക്കഹോൾ കൺസംഷൻ എന്ത് ചെയ്തു? നിർത്തേണ്. അപ്പോ അയാൾക്ക് ഉണ്ടാകാവുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനെയാണ് DTS എന്ന് പറയുന്നത്. ഓക്കെ, DTS, ഡിലിറിയം ട്രെമൻസ്. DTS. And next one 84. ECG. എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. അതിന്റെ അബ്രീവിയേഷൻ ആണ് ECG. ഓക്കെ, നെക്സ്റ്റ് സെയിം തന്നെയാണ് 89. EKG. അതും എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാമിന്റെ അബ്രീവിയേഷൻ ആണ് EKG. സോ രണ്ടെണ്ണം വരുന്നുണ്ട്, ECG അല്ലെങ്കിൽ EKG. ആൻഡ് 92. എന്താണ്? ET. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? എൻഡോട്രക്കിയൽ ട്യൂബ്. നമ്മുടെ വിൻ പൈപ്പിലേക്ക് ഇറക്കുന്ന, ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബിനെയാണ് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ET, എൻഡോട്രക്കിയൽ ട്യൂബ്. ആൻഡ് ലാസ്റ്റ് വൺ 96. എന്താ? ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. F കണ്ടോ? ഫാരൻഹീറ്റിനെ, ഡിഗ്രീസ് ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പൽ ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് F എന്ന് പറയുന്നത്. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വൺസ് മോർ നോക്കിക്കോളൂ. 75, 76, 79, 80, 84, 89, 92, 96. കിട്ടിയോ? 75,
76, 79, 80, 84, 89, 92, 96. കിട്ടിയോ? ഓക്കെ. ഈ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 98, 98, FBS. FBS എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് ടൈമിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗർ ആണ് FBS. ഓക്കെ, 98. ആൻഡ് 100, FHR. FHR എന്താ? ഫെറ്റൽ ഹാർട്ട് റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഫെറ്റലിന്റെ ഹാർട്ട് റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് FHR എന്ന് പറയുന്ന അബ്രീവിയേഷൻ. Then 104, 104, FL. ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് FL എന്ന് പറയുന്നത്. സെയിം താഴെയും വരുന്നുണ്ട് 105. നോക്കിക്കോളൂ, FLD. FL-ഉം അതേപോലെ FLD-യും ഫ്ലൂയിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. FL ആൻഡ് FLD രണ്ടും എന്താണ്? ഫ്ലൂയിഡ് ആണ്. ആൻഡ് 109, 109, 109, GB. GB. ഗോൾ ബ്ലാഡർ, നമ്മുടെ പിത്താശയത്തെ സൂചിപ്പിക്കുന്നതാണ് ഗോൾ ബ്ലാഡർ. GB അതിന്റെ ഷോർട്ട് ഫോം ആണ്, അബ്രീവിയേഷൻ ആണ് GB എന്ന് പറയുന്നത്. 109. ആൻഡ് നെക്സ്റ്റ് 110, 110, GI. GI. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എന്ന് പറയുന്നത്. GI ആണ് അതിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ എന്താണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. 113, 113, GSW. GSW. ഗൺഷോട്ട് വുണ്ട് എന്താണ്? മുറിവുണ്ടാകുന്നത് എങ്ങനെയാണ്? ഗൺഷോട്ട് മൂലം മുറിവുണ്ടാകുന്നതിനെയാണ് GSW എന്ന അബ്രീവിയേഷൻ സൂചിപ്പിക്കുന്നത്. GSW, ഗൺഷോട്ട് വുണ്ട്. 113. Then 117, 117, GYN. എന്തായിരിക്കും അതിന്റെ എക്സ്പാൻഡഡ് ഫോം? GYN എന്താണ്? ഗൈനക്കോളജി. ഗൈനക്കോളജിയുടെ ഷോർട്ട് ഫോം ആണ് GYN എന്ന് പറയുന്നത്. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 98, 100, 104, 105, 109, 110, 113, 117. കിട്ടിയോ? 98, 100, 104, 105, 109, 110, 113, 117. കിട്ടിയോ എല്ലാവർക്കും? ഈ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 122, 122, H and P. H and P. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കലിന്റെ ഷോർട്ട് ഫോം ആണ്, അബ്രീവിയേഷൻ ആണ് H and P എന്ന് പറയുന്നത്. ദെൻ 123, HA എന്താണ്? ഹെഡേക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. 123 ഹെഡേക്ക് ആണ്, ഹെഡേക്കിന്റെ അബ്രീവിയേഷൻ ആണ്. ദെൻ 124, 124, HB. എന്താ HB? ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിന്റെ അബ്രീവിയേഷൻ ആണ് HB എന്ന് പറയുന്നത്. 127, 127, HGB. HGB അതും എന്താണ്? ഹീമോഗ്ലോബിൻ തന്നെയാണ്. സോ HBയും HGBയും എന്താണ്? ഹീമോഗ്ലോബിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ 129, 129, HIV. HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV-യുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദെൻ 130, 130, H2O. എന്താ H2O?
H2O എന്താ? വാട്ടർ, വെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ കെമിക്കൽ ഫോം ആണ് H2O, വാട്ടർ. Then 135, 135, HTN, ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷന്റെ ഷോർട്ട് ഫോം ആണ് HTN, 135 HTN. Then 141, 141, ICU. എന്താണ് ICU? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. And 142, 142, IDDM, IDDM, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റ്സ്. അതായത് എന്താണ്? ടൈപ്പ് 1 ഡിസീസ് ആണ്, ടൈപ്പ് 1 ഡയബറ്റിക്സ് ആണ് IDDM എന്ന് പറയുന്നത്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ പേജിൽ നോക്കിക്കോളൂ. 122, 122, 123, 124, 127, 129, 130, 135, 141, 142. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 147, 147, IV, 147, IV. എന്താ IV? ഇൻട്രാവെനസ്. ഓക്കെ, ഇൻട്രാവെനസിനെയാണ് IV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, IV. And 152, 152, 152, KUB, KUB. എന്താ? കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, ഈ മൂന്നിന്റെയും എന്താണ് ഷോർട്ട് ഫോം ആണ് KUB എന്ന് പറയുന്നത്. കിഡ്നി ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. KUB, കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ, കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ. നെക്സ്റ്റ് 153, 153, KVO, KVO, കീപ് വെയിൻ ഓപ്പൺ, കീപ് വെയിൻ ഓപ്പൺ. And 161, 161, LMP, LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, മെൻസ്ട്രൽ ആവുന്ന ലാസ്റ്റ് പീരീഡ്, LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. Then 164, LPN, 164, LPN, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്. നേഴ്സ് ആണ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസിനെയാണ് LPN എന്ന അബ്രീവിയേഷൻ സൂചിപ്പിക്കുന്നത്, LPN. സോ ഈ പേജിലെ 147, 152, 153, 161, 164 കിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 173, 173, MAP, MAP, മീൻ ആർട്ടറിയൽ പ്രഷർ. ആർട്ടറിക്ക് ഉണ്ടാകുന്ന പ്രഷർ ആണ് മീൻ ആർട്ടറിയൽ പ്രഷർ. ഒരു ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ ആർട്ടറിയിലൂടെ ബ്ലഡ് എന്താണ് ഫ്ലോ ചെയ്യും, അപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ആണ് എന്ത്? MAP എന്ന് പറയുന്നത്. ആൻഡ് 174, 174, MCG. എന്താ MCG? മൈക്രോഗ്രാമിനെയാണ് സൂചിപ്പിക്കുന്നത്, MCG, മൈക്രോഗ്രാം. നെക്സ്റ്റ് 175, MCL, MCL, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. അതായത് ഹൃദയത്തിന്റെ, ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒബ്സർവ് ചെയ്യുന്നത് ECGയിലൂടെയാണ് അല്ലെ. അപ്പൊ ECG ആ പ്ലേസ് ചെയ്യുന്ന പർട്ടിക്കുലർ പ്ലേസ്മെന്റിനെയാണ് MCL എന്ന് പറയുന്നത്. നമ്മുടെ ചെസ്റ്റിലായിട്ട് ആ ലെഡുകൾ എന്ത് ചെയ്യും? ഘടിപ്പിക്കാറില്ലേ? ആ ഒരു പ്ലേസ്മെന്റിനെയാണ് MCL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, MCL. ആൻഡ് നെക്സ്റ്റ് 179, 179, MICU, MICU. എന്താ? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, MICU, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് or medical intensive care unit.
Then 184 184 184. MRI MRIയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. നെക്സ്റ്റ് വൺ 187 187. MVA MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിനെയാണ് MVA എന്ന അബ്രീവിയേഷൻ സൂചിപ്പിക്കുന്നത്. MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ദ നെക്സ്റ്റ് വൺ 188 MVC MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. മോട്ടോർ വെഹിക്കിൾ ക്രാഷിനെയാണ് MVC സൂചിപ്പിക്കുന്നത്. സോ ഈ പേജിലെ 173 174 175 179 184 187 188 കിട്ടിയോ? ഈ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. (192) 192. NA എന്ന് പറയുന്ന അബ്രീവിയേഷൻ മീൻ ചെയ്യുന്നത് എന്താ? നോട്ട് ആപ്ലിക്കബിൾ. നോട്ട് ആപ്ലിക്കബിൾ. NA നോട്ട് ആപ്ലിക്കബിൾ. Then 193 193. NaCl എന്താ? NaCl സോഡിയം ക്ലോറൈഡ്. NaCl സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. Then 196 196. NC നേസൽ കാനുല. നേസൽ കാനുല പേഷ്യന്റിന് എന്താണ്? ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് നേസൽ കാനുല. ഓക്കെ, NC നേസൽ കാനുല. Then next one 198 NICU. 198 NICU നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കുട്ടികൾക്കുള്ള ICU ആണ്. ഓക്കെ, NICU. 207 207 എന്താ? NBAV നോസിയ ആൻഡ് വൊമിറ്റിംഗ്. നോസിയയും ഓക്കാനത്തെയും വൊമിറ്റിങ്ങിനെയുമാണ്, ഛർദിയെയുമാണ് സൂചിപ്പിക്കുന്നത്. നോസിയ ആൻഡ് വൊമിറ്റിംഗ്. ആൻഡ് 210 എന്താ? O2 എന്താ? ഓക്സിജൻ. ഓക്കെ, ഓക്സിജനെയാണ് O2 സൂചിപ്പിക്കുന്നത്. O2 ഓക്സിജൻ. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 192 192 193 196 198 207 210 കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോളൂ. ഇരുന്നൂറ്റി 212 OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേം ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനെ സൂചിപ്പിക്കുന്നതാണ് OBS. അതായത് ട്രോമ അല്ലെങ്കിൽ എന്താണ് സ്ട്രോക്ക് പോലുള്ളവയെ സൂചിപ്പിക്കുന്നതാണ് OBS എന്ന് പറയുന്നത്. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. നെക്സ്റ്റ് വൺ 214 214 OP എന്താ? OP എല്ലാവർക്കും അറിയാലോ. OP എന്താ? ഔട്ട് പേഷ്യന്റ്. OP ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ്. Then 216 216 OR അത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? OR ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം അതിന്റെ അബ്രീവിയേഷൻ ആണ് OR. ഓക്കെ, 224 224 PE പൾമിനറി ഇംബോളിസം അതേപോലെ ഫിസിക്കൽ എക്സാമിനേഷനെയും എന്താണ്? PE എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, PE. നെക്സ്റ്റ് വൺ 227 227
പെഡ്, PED, പെഡ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാ. എന്താ പെഡ്? പീഡിയാട്രിക്സ്. ഓക്കെ, പീഡിയാട്രിക്സ് അതിന്റെ ഷോർട്ട് ഫോം ആണ് പെഡ്, PED. സോ ഈ പേജിൽ വരുന്നത് OBS വരുന്നുണ്ട്. സോറി, 212, 214, 216, 224, 227. കിട്ടിയോ? സോ നെക്സ്റ്റ് പേജ് എടുത്തോളൂ. $240, 240, 240. PT, PT എന്താ? പേഷ്യന്റ്. പേഷ്യന്റിന്റെ എന്താണ് ചുരുക്കെഴുത്താണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് PT എന്ന് പറയുന്നത്. പേഷ്യന്റ്. അത് രണ്ടും എന്താ? സ്മോൾ ലെറ്റേഴ്സ് ആണ്. രണ്ട് ലെറ്ററും എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ്, പിയും ടിയും. സോ പേഷ്യന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. 241, 241. PT അത് രണ്ടും എന്താ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. PT ഫിസിക്കൽ തെറാപ്പിയെയാണ് സൂചിപ്പിക്കുന്നത്. സോ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് പേഷ്യന്റ് ആയിരിക്കും. രണ്ടും എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അത് ഫിസിക്കൽ തെറാപ്പി എന്നാണ് മീൻ ചെയ്യുന്നത്. PT ഫിസിക്കൽ തെറാപ്പി. The next one ആണ് 242, 242. PTA. രണ്ട് മീനിങ് വരുന്നുണ്ട്. ഒന്നെന്താണ്? പ്രിയർ ടു അഡ്മിഷൻ, അഡ്മിഷന് മുൻപ്, അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് ഒരു പ്രോട്ടീൻ ആണ്. ബ്ലഡിനെ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. അതിന്റെ ഷോർട്ട് ഫോമും എന്താണ്? അബ്രീവിയേഷനും PTA എന്ന് തന്നെയാണ്. സോ PTA. ആൻഡ് നെക്സ്റ്റ് വൺ 235. PVD, PVD. പെരിഫറൽ വാസ്കുലർ ഡിസീസ്, പെരിഫറൽ വാസ്കുലർ ഡിസീസ്. ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ്, PVD. നെക്സ്റ്റ് വൺ 253, 253. RBC എന്താ? RBC, RBC റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, റെഡ് ബ്ലഡ് സെൽ, RBC. red blood cell. 255, 255, 255. RHD, RHD rheumatic heart disease, rheumatic heart disease. അതിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് RHD. ഓക്കെ, സോ ഈ പേജിൽ 240 വരുന്നുണ്ട്, 241, 242, 245, 253, 255. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. $259, 259. RN രജിസ്റ്റേർഡ് നേഴ്സ്. ഓക്കെ, രജിസ്റ്റേർഡ് നേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് RN എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് നേഴ്സ്, RN, RN രജിസ്റ്റേർഡ് നേഴ്സ്. Then 261, 261. ROM, ROM റേഞ്ച് ഓഫ് മോഷൻ എന്നൊരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ റപ്ചർ ഓഫ് മെംബ്രെയിൻ, മെംബ്രെയിൻ ഉണ്ടാകുന്ന വിള്ളൽ എന്നും മീനിങ് ഉണ്ട്. ROM റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ. അപ്പൊ ഏതാണോ ഓപ്ഷനിൽ ഉണ്ടാകുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതാം. റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ, ROM. Then 264, 264. RX, RX പ്രിസ്ക്രിപ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. RX പ്രിസ്ക്രിപ്ഷൻ. Then 267, 267. SICU, SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
സർജിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വൺ 268 268 SIDS. SIDS എന്താ? സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രം. സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രം. 273 273 273 S എന്താ? സൈൻ ആൻഡ് സിംറ്റംസ്. സൈൻ അതേപോലെ സിംറ്റംസിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണിത്. നെക്സ്റ്റ് വൺ 275 275 STD. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് STD. സോ ഈ പേജിലെ 259 261 264 267 268 273 275 കിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 281 281 TB. ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിന്റെ ഷോർട്ട് ഫോം ആണ് TB. Then 282 TBA. To be admitted. ഓക്കെ, അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ to be announced. To be admitted അല്ലെങ്കിൽ to be announced. Then 283 283 TBSP. എന്താ TBSP? ടേബിൾ സ്പൂൺ. ഓക്കെ, ടേബിൾ സ്പൂൺ. TBSP ടേബിൾ സ്പൂൺ. Then 294 294 294 URI upper respiratory infection. Upper respiratory infection. URI upper respiratory infection. And 299 299 VS vital signs. Okay, vital signs ന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ അബ്രീവിയേഷൻ ആണ് VS എന്ന് പറയുന്നത്. VS vital signs. Then 301 301 WBC. WBC white blood cell. White blood cell. White blood cellനെയാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് WBC. 303 303 അതിന്റെ മീനിങ് എന്താ? വിത്തൗട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വിത്തൗട്ട്. വിത്തൗട്ട്. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 281 281 282 283 294 299 301 303. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. പറയാം 281 282 283 294 299 301 303. കിട്ടിയോ? Then the last page എന്താണ്? 304 304 WT. എന്താ അതിന്റെ എക്സ്പാൻഡഡ് ഫോം? വെയിറ്റിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് WT. ഓക്കെ, വെയിറ്റിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് WT. ആൻഡ് 315 ആൽഫ. ഓക്കെ, ആൽഫയുടെ സിമ്പൽ ആണിത്. ആൽഫ ബീറ്റ ഗാമ റേസ് എന്ന് കേട്ടിട്ടില്ലേ? അതിലെ ആൽഫയെ സൂചിപ്പിക്കുന്ന സിമ്പൽ ആണിത്. Then 316 316 ബീറ്റ അതിന്റെ സിമ്പൽ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ 324 324
ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. അതിന്റെ സിമ്പിളിന്റെ മീനിങ് എന്താ? ചേഞ്ച് എന്നാണ് അർത്ഥം. ചേഞ്ച്. ക്ലിയർ ആണോ? ചേഞ്ച്. സോ ഈ പേജിലെ 304, 315, 316, 324, 324. ഓക്കെ ആണോ? നാലെണ്ണാണോ മിസ്? ഒന്നും കൂടി പറയാം. 4 304, 315, 316, 324. അബ്രീവിയേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്തേക്കണ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഫസ്റ്റ് മുതൽ അബ്രീവിയേഷൻ 5, 7, 12, 16, 25, 27, 30, 34, 37, 41, 42, 43, 52, 55, 56, 57, 65, 67, 72, 74, 75, 76, 79, 80, 84, 89, 92, 96, 98, 100, 104, 105, 109, 110, 113, 117, 122, 123, 124, 127, 129, 130, 135, 141, 142, 147, 152, 153, 161, 164, 173, 174, 175, 179, 184, 187, 188, 192, 193, 196, 198, 207, 210, 212, 214, 216, 224, 227, 240, 241, 242, 245, 253, 255, 259, 261, 264, 267, 268, 273, 275, 281, 282, 283, 294, 299, 301, 303, 304, 315, 316, 324. ശരിയാണോ? ഒരു 100+ അബ്രീവിയേഷൻ വരുന്നുണ്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഓക്കെ, അതെന്താണ്? മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. സിമ്പിൾ തന്ന് മീനിങ്ങും ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് മീനിങ് തരാം, എക്സ്പാൻഡഡ് ഫോം തരാം, അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഷോർട്ട് ഫോം ഏതാണെന്നും ചോദിക്കാം. ആ 2 രീതിയിലും പഠിച്ചിരിക്കണം. സോ അപ്പൊ എന്താണ് ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്തിനാണ്? പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അബ്രീവിയേഷൻ. ഇത് തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെഡിക്കൽ ഫീൽഡിലുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് അല്ലെ? നമ്മൾ സാധാരണ പറയുന്ന ജനറൽ ലാംഗ്വേജിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ടാണ് മെഡിക്കൽ ടേംസിന്റെ മീനിങ്. നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ടേം ഏതാ? അബ്ഡോമൻ എന്ന് പറയുന്ന മെഡിക്കൽ ടേം ആണ്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലാഡറിനെ സൂചിപ്പിക്കുന്നത് ഏതാ? ബ്ലാഡർ ഓർക്കുന്നുണ്ടോ? ബ്ലാഡർ. സിസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. സിസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ബ്ലാഡറിനെ സൂചിപ്പിക്കുന്നത്.
അക്വ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? അക്വ. വാട്ടർ. ആ ഓടി ആണെങ്കിലോ? ഓടി ഹിയർ. ഹിയർ. ടു ഹിയറുമായി ബന്ധപ്പെട്ടതാണ്. കാർസിൻ. കാർസിൻ ക്യാൻസറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡാണ് കാർസിൻ. ഫെബ്ര എന്തായിരുന്നു? ഫെബ്ര ആണ്. പെഡ് അത് ഇമ്പോർട്ടന്റ് ആട്ടോ. പെഡ് PED പെഡ് എന്താ? രണ്ട് മീനിങ് ഉണ്ട്. ഏതായിരുന്നു? ചൈൽഡ് ഫൂട്ടിനെയും പെഡ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ദെൻ സൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈനസ് ക്യാവിറ്റി ആണ്. ഓക്കെ, ക്യാവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് സൈനസ്. കിഡ്നി അതിന്റെ റൂട്ട് വേർഡ് എന്താ? കിഡ്നി. റീനൽ. റെൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ടച്ച്. ടച്ച് എന്താ? ടാക്ട്. വെരി ഗുഡ്. ടാക്ട് ആണ്. ഇനി ടോക്സിക് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ടോക്സിക് പോയിസണസ്. പോയിസണസ് ആണ്. ഇനി അബ്രീവിയേഷൻ ആണ് കേട്ടോ. ABG എന്ന് പറയുന്ന അബ്രീവിയേഷന്റെ എക്സ്പാൻഷൻ എന്താ? ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിന്റെ അബ്രീവിയേഷൻ എന്താ? ACLS. ഓക്കെ, എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണ്? എടുത്തെഴുതിയാൽ മതി. എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ACLS. Then എയ്ഡ്സിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? എയ്ഡ്സ്. Acquired immunodeficiency syndrome. Acquired immunodeficiency syndrome. ARDS ആണെങ്കിലോ? ARDS Acute respiratory distress syndrome. വെന്റിലേറ്റർ ചാപ്റ്റർ പഠിച്ചായിരുന്നോ? ഇല്ല. എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ അതിൽ വരുന്നുണ്ട് ARDS. എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. ഇത്തരം കണ്ടീഷനുള്ള പേഷ്യന്റിന് വെന്റിലേഷൻ എന്താണ്? ആവശ്യമാണ്. സോ ARDS. ദെൻ ASAP എന്താണ്? എല്ലാവർക്കും അറിയാലോ ഇത്. പോസിബിൾ. ദെൻ BX അതിന്റെ എക്സ്പാൻഷൻ എന്താ? BX ബയോപ്സി. CA രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ എന്താണ്? CA കാർഡിയാക് അറസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. CNS എന്താ? CNS Central nervous system. കേന്ദ്ര നാഡീവ്യൂഹം, സെൻട്രൽ നെർവ് സിസ്റ്റം. CO2 അതെല്ലാവർക്കും അറിയാം. CO2 എന്താ? കാർബൺ ഡയോക്സൈഡ്. കോൾഡ് ആണെങ്കിലോ? കോൾഡ് chronic obstructive lung disease. Chronic obstructive lung disease. DOA Dead on arrival. അറൈവലിൽ തന്നെ എന്താണ്? പേഷ്യന്റ് ഡെഡ് ആയിട്ടുണ്ട്. ഓക്കെ. DOA. DOS എന്തായിരുന്നു? DOS Director of ഡെഡ് ഓൺ സീൻ. സംഭവ സ്ഥലത്ത് തന്നെ ആ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. DOS ഡെഡ് ഓൺ സീൻ. DPTയും DTPയും എഴുതുമ്പോൾ എന്താണ്? ലെറ്ററിന്റെ ഓർഡറിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. ECG എന്താ? ECG ഇലക്ട്രോകാർഡിയോഗ്രാം. ECGയും വരുന്നുണ്ട്. അതേപോലെ തന്നെ EKGയും സെയിം മീനിങ് തന്നെയാണ്. FL എന്താ? Fluid. ഫ്ലൂയിഡ്. FLഉം അതെ FLDയും എന്താണ്? ഫ്ലൂയിഡിന്റെ അബ്രീവിയേഷൻ ആണ്. GSW ഗൺഷോട്ട് വുണ്ട് ആണ്. വൂണ്ട്സിനെ സൂചിപ്പിക്കുന്നതാണ്. GYN എന്താ? GYN ഗൈനക്കോളജി. ഇനി ഹീമോഗ്ലോബിന്റെ ഷോർട്ട് ഫോം എന്താ? ഹീമോഗ്ലോബിൻ.
HBയും വരുന്നുണ്ട്, അതേപോലെ HGBയും വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷനിൽ ഏതാ ഉള്ളത് അത് എടുത്ത് എഴുതുക. HBയും ഹീമോഗ്ലോബിൻ തന്നെയാണ്, അതേപോലെ HGBയും ഹീമോഗ്ലോബിൻ തന്നെയാണ്. Then HTN എന്താ? HTN ഹൈപ്പർ ഹൈപ്പർ ടെൻഷനെ സൂചിപ്പിക്കുന്നതാണ് HTN. Then ICU എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then KUB എന്താ? KUB ആ ഓർഡറിൽ തന്നെ പറയണം കേട്ടോ. യൂട്രസ് ആൻഡ് ബ്ലാഡർ. കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്. Then MCG എന്താ? MCG മൈക്രോഗ്രാം. മൈക്രോഗ്രാമിനെയാണ് സൂചിപ്പിക്കുന്നത്. MICU MICU മൊബൈൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ക്രാഷ് ആണ്, മോട്ടോർ വെഹിക്കിൾ ക്രാഷ് ആണ്. O2 എന്താ? O2 ഓക്സിജൻ. ഓക്സിജനെയാണ് O2 സൂചിപ്പിക്കുന്നത്. OR ആണെങ്കിലോ? OR ഓപ്പറേറ്റിംഗ് റൂം. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. PT രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ മീനിങ് എന്താണ്? PT രണ്ടും സ്മോൾ ലെറ്റർ ആണെങ്കിൽ മീനിങ് എന്തായിരിക്കും? പേഷ്യന്റ് എന്നാണ്. ഈ രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലോ? ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയെയാണ് സൂചിപ്പിക്കുന്നത്. മാറിപ്പോകരുത്. PT സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ പേഷ്യന്റ് എന്നാണ്, അതേസമയം PT ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അത് ഫിസിക്കൽ തെറാപ്പിയാണ്. Then RBC എന്താ? റെഡ് ബ്ലഡ് സെൽസ്. Red blood cells. Okay. RN രജിസ്റ്റേർഡ് നഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. വൈറ്റൽ സൈൻ അതിന്റെ അബ്രീവിയേഷൻ എന്താ? വൈറ്റൽ സൈൻ എന്താ? VS ആണ്. Then വെയിറ്റിന്റെ അബ്രീവിയേഷൻ എന്താ? വെയിറ്റ് WT. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നല്ല രീതിയിൽ എന്താ പ്രിപ്പയർ ചെയ്യാം, നല്ല രീതിയിൽ വായിച്ചു നോക്കാം. ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഞാൻ MCQ അയച്ചിട്ടുണ്ടായിരുന്നു. അബ്രീവിയേഷന്റെ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. അബ്രീവിയേഷന്റെ MCQ അയച്ചേക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ ചോദിച്ചോളൂ. മാം, നമ്മുടെ അബ്രിവേഷനില് 103-ല് സ്മോൾ ലെറ്റർ എഫും ഒരു എല്ലും പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എല്ലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ ഏതാണുള്ളത് ഇത് വരുമോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടയാളപ്പെടുത്തി തന്നിട്ട് FL അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. സോ ലീവ് ചെയ്തോട്ടെ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.